പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മഹാരഥന്മാർ ഇരുന്ന് തയ്യാറാക്കിയതാണ് ഭരണഘടന. അതിൽ ഞങ്ങളെ പ്രതിനിധി ഒരാളേ ഉള്ളൂ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. അപ്പോൾ ആ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അതാത് ഹൈക്കോടതിയെ സമീപിക്കാന്ന്. അങ്ങനെയല്ലേ രാജനാരായണൻ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്? അങ്ങനെയല്ലേ കെ സുരേന്ദ്രൻ കേസ് നടത്തിയത്? 80 കള്ളവോട്ട് തെളിയിച്ചു, പക്ഷെ അപ്പോഴേക്ക് എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. എന്താ കോൺഗ്രസുകാർക്ക് ബുദ്ധിമുട്ട് മഹാദേവപുരെ കേസ് കൊടുക്കാൻ? എന്താ മറ്റ് സ്ഥലങ്ങളിൽ കേസ് കൊടുക്കാൻ ബുദ്ധിമുട്ട്? 1.5 കൊല്ലം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് കോൺഗ്രസുകാരോട് പറയാ, ബീഹാർ ഇലക്ഷനിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചാൽ ഈ ഡിസംബർ 29, നവംബർ 14 എണ്ണുക, ഡിസംബർ 29 പട്ന ഹൈക്കോടതി കേസ് കൊടുക്കണം അതാത് മണ്ഡലങ്ങളിൽ തോറ്റ സ്ഥാനാർത്ഥികൾ. അല്ലാണ്ട് 2026 ഡിസംബറിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. ഇത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. അയ്യേ